വ്യൂവേഴ്സ്, കുക്കറിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് കുഴഞ്ഞു പോയവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 അല്ലി നമ്മുടെ ചെറിയുള്ളി അതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടെ ആദ്യം നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി കുക്കർ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് നമ്മൾ ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്കാണ് ഇത്രയും അളവ് എടുത്തേക്കുന്നത്. നമ്മൾ അരി കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവും കൂട്ടണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി കാശ്മീരി ചില്ലി ഇല്ലാത്തവർക്ക് സാധാ മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ അളവ് കുറച്ച് ചേർക്കണം, കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് എരിവ് ഉണ്ടാകും. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു പിഞ്ചാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളൂ, ഒത്തിരി കൂടി പോവേണ്ട. പിന്നെ 2 തക്കാളി പേസ്റ്റാക്കി അരച്ചത്. ഇത് ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാലും മതി. ഇനി അതിൽ എണ്ണയൊക്കെ ഒന്ന് നമ്മൾ തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ നമ്മൾ അരി അളന്നെടുക്കുന്ന പാത്രത്തിന് 1.5 പാത്രം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഓരോ അരിക്കും വേവ് വ്യത്യാസം വരും, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം, നോർമൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസും എടുക്കാം. ഞാൻ നോർമൽ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് ഞാൻ ഈ അരി കുതിർത്ത് വെച്ചായിരുന്നു. അതുകൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുറച്ച് മല്ലിയില നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതോടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമ്മൾ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് 2 വിസിൽ വരുത്തിയത്. പിന്നെ ഇത് പറഞ്ഞ പോലെ കുക്കറിനും വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് ചെയ്യുക. എനിക്ക് 2 വിസിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരി വെന്ത് വന്നു. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. നല്ല പുഴുങ്ങിയ മുട്ടയും കുറച്ച് സലാഡും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുവരെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.